നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. സുമ മഹേഷിന്റെ ഷെയ്ഡ്സ് ഓഫ് വൺ ചിത്ര പ്രദർശനം ശ്രദ്ധേയമാവുന്നു. സ്പേസ് ആർട്ട് ഗാലറിയിൽ 4 ദിവസമായി നടന്നുവരുന്ന പ്രദർശനം കാണികളെ ഏറെ ആകർഷിക്കുന്നുണ്ട്. അധ്യാപിക, എഴുത്തുകാരി, ചിത്രകാരി, സാംസ്കാരിക പ്രവർത്തക, മികവുറ്റ സംഘാടക എന്നീ നിലകളിലെല്ലാം തന്റെ കഴിവുകളെ മികവുള്ളതാക്കിയ വ്യക്തിയാണ് സുമ മഹേഷ്. നിരവധി ദേശീയ, അന്തർദേശീയ ഗ്രൂപ്പ് ചിത്ര പ്രദർശനങ്ങളിൽ പങ്കാളിയായിട്ടുള്ള സുമ മഹേഷിന്റെ ആദ്യ ഏകാംഗ ചിത്ര പ്രദർശനമാണ് കണ്ണൂർ സ്പേസ് ആർട്ട് ഗാലറിയിൽ ഷെയ്ഡ്സ് ഓഫ് വൺ എന്ന പേരിൽ നടന്നത്. ഞാൻ സുമ മഹേഷ്, കണ്ണൂർ ചാലയിലാണ്. 25 വർഷമായി ചിത്രകലാ രംഗത്ത് ഉണ്ട്. എങ്കിലും ഗ്രൂപ്പ് രചനകളാണ് കൂടുതലായി, ഗ്രൂപ്പ് ഷോസുകളാണ് നടത്തിയിരിക്കുന്നത്. ഏകാംഗ ചിത്ര പ്രദർശനം ഇതാദ്യമായാണ് സ്പേസ് ആർട്ട് ഗാലറി ഷെയ്ഡ്സ് ഓഫ് വൺ എന്ന പേരിൽ നടത്തപ്പെടുന്നത്. സ്ത്രീപക്ഷ രചനകളാണ് കൂടുതലായും ഇന്ന് ഈ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അക്രിലിക്കിലെ 15ഓളം ചിത്രങ്ങൾ പ്രദർശനത്തിലുണ്ട്. ചിത്രരചനയേക്കാൾ ഉപരിയായി ചിത്രകലയിലെ നൂതന ആശയങ്ങളെ, സങ്കല്പങ്ങളെ പഠനവിധേയമാക്കുവാനും ആശയവിനിമയം നടത്തുവാനും ശ്രമിക്കുകയാണ് സുമ മഹേഷ്. സ്ത്രീ സങ്കല്പങ്ങളെ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ഇഴചേർത്ത് ക്യാൻവാസ് പ്രതലത്തിൽ മനോഹരമായി ചിത്രീകരിക്കുമ്പോൾ വർത്തമാനകാലത്തിലും സ്ത്രീ നേരിടുന്ന ജീവിത സഹനങ്ങളെ വരച്ചിട്ടുകൊണ്ടാണ് ചിത്രങ്ങളുടെ ദൃശ്യാവിഷ്കാരങ്ങൾ നടത്തുന്നത്. സ്ത്രീയെ പ്രകൃതിയിലെ വേറിട്ട മുഖമായല്ല, പ്രകൃതിയോട് താതാത്മ്യം പ്രാപിച്ച സൃഷ്ടിയുടെ പ്രതിരൂപം എന്ന നിലയിൽ തന്നെയാണ് ചിത്രങ്ങളിലെ ആശയവിധാനം ചെയ്തിട്ടുള്ളത്. രാധാകൃഷ്ണ തീവ്രമായി നിറം പകരുമ്പോൾ പ്രണയവും സ്നേഹവും എന്നത് പരസ്പര വിശ്വാസത്തിന്റെ ചേർത്തുനിർത്തലുകളുടെ പൂർണ്ണത തേടിയുള്ള അനന്തമായ യാത്ര കൂടിയാണ് എന്ന് തോന്നൽ ഉളവാക്കും വിധം മനോഹരമായ സന്ദേശം കൂടി ചേർത്ത് വയ്ക്കുന്നുണ്ട്. മഴവില്ലഴകിൽ സ്വപ്നങ്ങളുടെ ചിറകിലേറി അനന്തമായ ആകാശത്തിലേക്ക് പറന്നുയരുന്ന സ്ത്രീ മനസ്സുകളുടെ സ്വതന്ത്ര ചിന്തകളെ വേലിക്കെട്ടുകൾക്കുള്ളിൽ തളച്ചിടാൻ ഉള്ളതല്ലെന്ന ആശയം പങ്കുവയ്ക്കുന്ന പെൺ സ്വാതന്ത്ര്യം ചിത്രത്തിൽ കാണാൻ കഴിയും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.